Now, the next one is lesson 9. Okay, already പറഞ്ഞു module 3 lesson 7 solutions ആണ് അത് completed ആണ് and lesson 8 team mail വരുന്ന portion and this is lesson number 9 that is chemical thermodynamics. Okay, so thermodynamics എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it is a branch of chemistry that deals with the exchange of energy and the interconversion of energy. ആൻഡ് കെമിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ പറഞ്ഞ ഹീറ്റ് എക്സ്ചേഞ്ചും എനർജി ട്രാൻസ്ഫറും എല്ലാം ഒരു കെമിക്കൽ പ്രോസസ്സിൽ എങ്ങനെ ഇൻവോൾവ് ആവുന്നു എന്നുള്ളതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ കെമിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുമ്പോൾ കോമൺലി യൂസ് ടേംസ്. ഓക്കെ, നമ്മൾ തെർമോഡൈനാമിക്സ് ഇൻ ദ ലെസൺ you would come across some frequently used terms. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന കുറേ ടേംസ് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ദ ഫസ്റ്റ് വൺ ഈസ് സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. ഓക്കെ, അതായത് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒബ്സർവ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് അവിടെ എന്തെങ്കിലും പ്രോസസ്സ് നടന്നോ ഇല്ലയെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഒരു പ്രോസസ്സ് എവിടെ നടക്കുന്നു എന്ന് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ദ ഒബ്ജക്റ്റ് വിച്ച് വി ആർ ടേക്കൺ ഫോർ അവർ ഇൻവെസ്റ്റിഗേഷൻ, നമ്മുടെ പഠിക്കാൻ ആവശ്യമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ആ പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, സിസ്റ്റം എന്ന് പറയുന്നത്. സിസ്റ്റം ഈസ് ദ പാർട്ട് ഓഫ് ദ യൂണിവേഴ്സ് വിച്ച് ഈസ് അണ്ടർ സ്റ്റഡി while the rest of universe is surroundings. Okay, അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിൽ നമ്മൾ എന്തിനെയാണോ നമ്മൾ പഠിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്, നമ്മുടെ സ്റ്റഡിക്ക് ആവശ്യമായ സാധനം ഏതാണോ അതിനെ സിസ്റ്റം എന്നും, ആ സിസ്റ്റം ഒഴികെ ഈ യൂണിവേഴ്സിലുള്ള ബാക്കി എല്ലാം ആ സിസ്റ്റത്തിന്റെ എന്തുമായിരിക്കും, സറൗണ്ടിങ്ങും ആയിരിക്കും. സോ സിസ്റ്റം ഈസ് ദ പാർട്ട് ഓഫ് ഫിസിക്കൽ യൂണിവേഴ്സ് വിച്ച് ഈസ് അണ്ടർ സ്റ്റഡി while the rest of the universe is surroundings. അപ്പോൾ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത് സിസ്റ്റത്തിന്റെ ബാക്കിയുള്ള പോർഷൻസ് ആണ് സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്. Then when we consider system, you may know that hot milk kept in stopped thermos flask remains hot for a couple of hours. In this flask is made of perfect insulating material. Then there will be no exchange of matter or energy between the system and surrounding. So this is known as isolated system. അപ്പോൾ ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുന്നു, സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ നോ എക്സ്ചേഞ്ച് ഓഫ് എനർജി ആൻഡ് മാറ്റർ, എനർജിയും മാറ്ററും എക്സ്ചേഞ്ച് ചെയ്യാത്ത ടൈപ്പ് ഓഫ് സിസ്റ്റത്തിനെ നമ്മൾ പറയുന്ന പേരാണ് ഐസൊലേറ്റഡ് സിസ്റ്റം. ആൻഡ് isolated system is a system which can exchange neither matter nor energy with the surroundings. Adana isolated system. Now the next one, closed system is a system which can exchange energy but no matter with the surroundings. Appo closed system എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സറൗണ്ടിങ്ങുമായിട്ട് എനർജി മാത്രം എക്സ്ചേഞ്ച് ചെയ്യുന്നതും മാറ്ററിനെ എക്സ്ചേഞ്ച് ചെയ്യാത്തതുമായ സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് ക്ലോസ്ഡ് സിസ്റ്റം. And next one, open system. Open system is a system which can exchange both energy and matter. എനർജിയും മാറ്ററും രണ്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ that type of system is known as what? Open system. ഓക്കെ, അപ്പം സിസ്റ്റം പറഞ്ഞു, സറൗണ്ടിങ് പറഞ്ഞു, എന്താണോ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് അതാണ് സിസ്റ്റം. ആ സിസ്റ്റം ഒഴികെ ബാക്കി യൂണിവേഴ്സിലുള്ള എല്ലാം സിസ്റ്റത്തിന്റെ എന്താണ്, സറൗണ്ടിങ് ആണ്. 3 types of system. ഐസൊലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ there is no exchange of energy and matter between the system and surrounding. ഇനി ക്ലോസ്ഡ് സിസ്റ്റം ആണെങ്കിൽ there is only exchange of energy and no exchange of matter between the system and surrounding, that is closed system. And open system ആണെങ്കിലോ both energy and matter രണ്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നുവെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഓപ്പൺ സിസ്റ്റം. Now state of a system. We describe the state of a system by its measurable properties. നമ്മളൊരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് പറയുന്നത് അതിന്റെ മെഷർ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസിന്റെ ബേസിലാണ്. ഫോർ എക്സാമ്പിൾ, we can describe the system state of a gas by specifying its pressure, volume, temperature, etc. These variable properties are called state variables or state functions. അപ്പോൾ ഒരു സിസ്റ്റത്തിന്റെ മെഷറബിൾ പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെഷർ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ സ്റ്റേറ്റ് ഫങ്ഷൻസ് എന്നോ സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്.
their values depends only on the initial state and final state. And ഈ സ്റ്റേറ്റ് വേരിയബിൾസിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്? on the initial and final state of the system and not on the path taken by the system during the change. ആ സിസ്റ്റത്തിന്റെ പാത്തിനെ ചേഞ്ച് ചെയ്യുന്നില്ല, just initial and final state only. When the state of the system changes, the change depends only on the initial and final state of the system. Okay, so ഇതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഒരു നമ്മളൊരു കൺസിഡർ ചെയ്യുന്നു, ദിസ് ഈസ് ദ ഇനിഷ്യൽ സ്റ്റേറ്റ് ആൻഡ് ദിസ് ഈസ് ദ ഫൈനൽ സ്റ്റേറ്റ്. ഈ രണ്ട് സ്റ്റേറ്റിനെയും മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ ചേഞ്ച് ഓഫ് ദ സ്റ്റേറ്റ് ഫ്രം ഇനിഷ്യൽ സ്റ്റേറ്റ് ടു ഫൈനൽ സ്റ്റേറ്റ്, സോ 3 parts 1, 2 and 3. The differences P2 minus P1 and T2 minus T1 are independent of the path since pressure and temperature are state functions. Okay, അപ്പോൾ ഈ ഇനിഷ്യൽ സ്റ്റേറ്റിൽ നിന്നും ഫൈനൽ സ്റ്റേറ്റിൽ എത്തുന്ന സമയത്ത് ഇനിഷ്യൽ സ്റ്റേറ്റിലെ പ്രഷർ P1, ഫൈനൽ സ്റ്റേറ്റിലെ പ്രഷർ P2. ഇനിഷ്യൽ സ്റ്റേറ്റിലെ ടെമ്പറേച്ചർ T1, ഫൈനൽ സ്റ്റേറ്റിലത് T2. ആ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ വാല്യൂസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഈ 1, 2, 3 എന്ന് പറയുന്ന പാത്തിനെ കുറിച്ച് അത് കൺസിഡർ ചെയ്യുന്നതേ ഇല്ല. സ്റ്റേറ്റ് ഫങ്ഷൻസ് ആർ ദോസ് ഫങ്ഷൻസ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റം. അത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. സ്റ്റേറ്റ് ഫങ്ഷൻസ് ആണെങ്കിൽ സിസ്റ്റത്തിന്റെ ഇനിഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. നൗ properties of a system. As stated earlier, the measurable properties of a system are also called state variables. They may further divided into 2 main types. Adila first one extensive property and next one is intensive property. Extensive property is one whose value depends upon the size of the system. അതായത് ആ സിസ്റ്റത്തിലുള്ള മാറ്ററിന്റെ അനുസരിച്ചാണ് സൈസ്. മാറ്റർ കുറവാണെങ്കിൽ സൈസ് കുറവ്. അപ്പോൾ ഒരു സിസ്റ്റത്തിന്റെ ക്വാണ്ടിറ്റി ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. എക്സാമ്പിൾസ് വോളിയം, വെയിറ്റ്, ഹീറ്റ്. വോളിയം ആണെങ്കിലും വെയിറ്റ് ആണെങ്കിലും ഒക്കെ ആ ക്വാണ്ടിറ്റി ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യും. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി. ഇന്റൻസീവ് മീൻസ് എന്താണ്? ദ പ്രോപ്പർട്ടീസ് ഇറ്റ്സ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ സൈസ് ഓഫ് ദ സിസ്റ്റം. അതായത് ടെമ്പറേച്ചർ, പ്രഷർ. ഇപ്പം നമ്മൾ ഒരു ഗ്ലാസ് വാട്ടർ ബോയിൽ ചെയ്താലും അത് 100 ഡിഗ്രിയിലേ ബോയിൽ ആവത്തുള്ളൂ. ഇനി ഒരു കണ്ടെയ്നർ വാട്ടർ ബോയിൽ ചെയ്താലും ബോയിലിംഗ് പോയിന്റ് 100 ആയാൽ മാത്രമേ അത് ബോയിൽ ആവത്തുള്ളൂ. അപ്പോൾ ഈ ഇങ്ങനെയുള്ള എന്താണ് വേരിയബിൾസ് ഓർ പ്രോപ്പർട്ടീസ് ദാറ്റ് ലൈക്ക് ടെമ്പറേച്ചർ, പ്രഷർ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല? ആ സിസ്റ്റത്തിലെ മാറ്ററിന്റെ ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ സച്ച് പ്രോപ്പർട്ടീസ് ആർ നോൺ ആസ് ഇന്റൻസീവ് പ്രോപ്പർട്ടി. നൗ ദ നെക്സ്റ്റ് വൺ, types of processes. Okay, the method of bringing about a change in state is called process. ഒരു ചേഞ്ച്, ആ സിസ്റ്റത്തിൽ ഒരു ചേഞ്ച് തരുന്ന ഒരു എന്താണോ ആ മെത്തേഡിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രോസസ്. ആൻഡ് the different types of process. The first one, isothermal process. When the temperature remains constant during various operations, then the process is said to be isothermal. ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ എന്താണ്? ആ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ പ്രോസസ് ആണ് ഐസോതെർമൽ. ദിസ് ഈസ് അറ്റൈൻഡ് എയ്തർ ബൈ റിമൂവിംഗ് ഹീറ്റ് ഫ്രം ദ സിസ്റ്റം or by applying heat to the system. Okay, second one, adiabatic process. In an adiabatic process, there is no exchange of heat between system and surrounding. Thus, an adiabatic process, there is always a change in temperature. അപ്പോൾ സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുക്കുന്നതോ സിസ്റ്റത്തിൽ നിന്ന് റിലീസ് ചെയ്യുകയോ ചെയ്യില്ല. സിസ്റ്റത്തിന്റെ ഹീറ്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ആ സമയത്ത് നടക്കുന്ന പ്രോസസ്സാണ് അഡയാബാറ്റിക് പ്രോസസ്. നൗ reversible process. Reversible process means what? In a reversible process, the initial and final states are connected through a succession of equilibrium states. All changes occurring in any part of the process are exactly reversed when it's carried out in opposite direction. നമ്മൾ
ഒരു പ്രോസസ്സ് നടന്നു അതിനെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ that type of processes are known as reversible processes. Okay, and next one is what? Reversible process are those processes in which the changes are carried out to so slowly that the system and surroundings are always in equilibrium. That explanation പഠിച്ചാൽ മതി. Now irreversible process, എന്താണ് irreversible process? In the above example, rapid evaporation and condensation, that means എന്താണ് in temperature and pressure within the system and the equilibrium will be disturbed. Such processes are called irreversible process. And in equilibriumത്തിലാണെങ്കിൽ നടക്കുന്ന പ്രോസസ് ആണ് എന്ത് irreversible process. Now standard states, സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യു ഹാവ് ബീൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഓർത്ത് വെച്ചേക്കുക. The state variable, in order to compare the energies of different compounds, a standard set of condition is chosen. Standard set of conditions എപ്പോഴും ആവശ്യമാണ്. This refers to the condition of 1 bar pressure. Standard condition എന്ന് പറയുന്നത് 1 bar pressure at any specified temperature with a substance is in most stable form. ഏറ്റവും പ്യൂറസ്റ്റ് ഫോമിലുള്ള 1 bar പ്രഷറിലും 298 കെൽവിനിലും എക്സിസ്റ്റ് ചെയ്യുന്ന കണ്ടീഷനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻസ്. ഓക്കെ, നൗ എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ വേറെ ഒന്നും ടെൻസ്ഡ് ആവണ്ട, ഈ ഇടയിൽ വരുന്ന കാര്യങ്ങൾ മുഴുവൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. എക്സ്പ്ലനേഷൻ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. എക്സ്പെരിമെന്റ്സ്, ഇതിന്റെ ഈ ഡെഫിനിഷനിൽ എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ ചെയ്ത കുറച്ച് പ്രോസസ്സ് മാത്രമാണ്. അത് സത്യം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്. നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറുതെ നിങ്ങളുടെ വേസ്റ്റ് ഓഫ് ടൈം ആണ്. നമ്മൾ ജസ്റ്റ് എക്സ്പ്ലനേഷൻ, മാർക്ക് ഓറിയന്റഡ് ആയിട്ട്, എക്സാം ഓറിയന്റഡ് ആയിട്ട് മാത്രം നിങ്ങൾ നോക്കുക. അതുകൊണ്ട് ഓരോ ഡെഫിനിഷൻസ് നിങ്ങൾക്ക് അതുപോലെ ചോദിക്കും, അത് അതുപോലെ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് ഇൻ ബിറ്റ്വീൻ ഉള്ള എക്സ്പ്ലനേഷൻസ് വെറുതെ വലിച്ചു നീട്ടി പറഞ്ഞ് വെറുതെ ലെങ്ത് കൂടുന്ന ഒരു വീഡിയോ എന്നുള്ളതല്ലാതെ നിങ്ങൾക്കത് ബോറടിക്കത്തേ ഉള്ളൂ, ഒരു യൂസും ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് മാത്രം, അതും 100% മാർക്ക് ഓറിയന്റഡ്, എക്സാം ഓറിയന്റഡ് ആയിട്ട് മാത്രം പറയുന്ന ഡെഫിനിഷൻസ് ആണ്. ഇതിൽ നിന്നും ഇനി ഒന്നും സ്കിപ്പ് ചെയ്യരുത്. ഈ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, സോ exothermic reactions are those reactions which proceed with the evolution of heat. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ ഹീറ്റ് എനർജി റിലീസ് ചെയ്യുന്നുവെങ്കിൽ that type of reaction is known as what? Exothermic reaction. Exothermic reactions are those reactions which proceed with the evolution. Evolution എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് കളയുക, evolution of heat. ഹീറ്റ് പുറത്തേക്ക് കളഞ്ഞ് നടക്കുന്ന റിയാക്ഷൻസിനെ പറയുന്ന പേരാണ് എക്സോതെർമിക് റിയാക്ഷൻസ്. ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻസ് ആണെങ്കിലോ, എൻഡോതെർമിക് റിയാക്ഷൻസ് ആർ ദോസ് റിയാക്ഷൻസ് വിച്ച് പ്രൊസീഡ് വിത്ത് ദി അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ്. ഇനി എൻഡോതെർമിക് ആണെങ്കിലോ, റിയാക്ഷൻസ് നടക്കുന്ന സമയത്ത് ഹീറ്റിനെ എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യുന്നെങ്കിൽ അതിനെ പറയുന്നതാണ് എൻഡോതെർമിക് റിയാക്ഷൻസ്. ക്ലിയർ ആണല്ലോ എക്സോയും എൻഡോയും. നെക്സ്റ്റ് വൺ, thermodynamic equations. Equations എഴുതുമ്പോൾ നമ്മൾ when we are writing the reactions in the form of equations, the heat evolved or absorbed in the reactions is affected by the physical state of the reacting substances. Therefore, gaseous, liquid and solid state are represented by putting symbols G, L and S along the side the chemical formulas. For example, to represent burning of methane in oxygen, CH4 gas plus oxygen gas gives CO2 gas plus H2O liquid. അപ്പോൾ SLG is used to represent the physical state of solid, liquid and gas while we represent a thermodynamic equation. Now, for example, in writing thermochemical reactions, we denote the amount of heat evolved or absorbed by the symbol delta H വെച്ചിട്ട് നമ്മൾ ഹീറ്റിന്റെ എമൗണ്ടും കൂടെ റെപ്രസെന്റ് ചെയ്യണം. ഫോർ ആൻ എക്സോതെർമിക് റിയാക്ഷൻ, എക്സോതെർമിക് ആണെങ്കിൽ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും?
നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ദ എമൗണ്ട് ഓഫ് delta H is negative for exothermic reactions and delta H is positive for endothermic reactions. അത് ഓർത്ത് വെച്ചേക്കുക. Okay, now the next one, and endothermic reactions ലാകുമ്പോൾ delta H പോസിറ്റീവ് ആയിരിക്കും. Next one, in case of elements which exhibit allotropy, the name of allotropic modification is mentioned. അതായത് ഗ്രാഫൈറ്റ് ആണെങ്കിൽ സി ഗ്രാഫൈറ്റ്, സി ഡയമണ്ട്, അലോട്രോപിക് ഫോം നമ്മൾ മെൻഷൻ ചെയ്യണം. The substances in aqueous solutions are specified using the symbol aqueous. For example, aqueous NaCl stands for an aqueous solution of sodium chloride. Then next one, thermochemical equations may be balanced even by using fractional coefficients if so required. The coefficients of the substances of the chemical equation indicate the number of moles of each substance involved in the reaction, and the delta H value given correspond to the quantities of substances. In case of coefficients are multiplied or divided by a factor, delta H value must be multiplied or divided for the same factor. In such cases, the delta H value depend upon the coefficients. Okay, then next one, first law of thermodynamics. Okay, ആകെ നിങ്ങൾ പഠിക്കേണ്ടത് ഈ ബോൾഡ് ലെറ്ററിലുള്ള കാര്യം മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, സന്തോഷമായല്ലോ. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. എനർജി എന്ത് ചെയ്യാൻ പറ്റില്ല? നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ പറ്റില്ല. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. The total energy of the universe or an isolated system is always constant. ഈ ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം പഠിച്ചാൽ മതി. ദാറ്റ് ഈസ് ഫസ്റ്റ് law of thermodynamics. Then mathematically, first law of thermodynamics is stated as delta U is equal to Q plus W. ആ എക്സ്പ്രഷൻ പഠിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Delta U is equal to Q plus W, where delta U is the change in internal energy, Q is the heat absorbed by the system, and W is the work done on the system. Okay, now internal energy. എന്താണ് internal energy? The internal energy may be defined as the sum of the energies of all the atoms, molecules or ions contained in a system. Internal means എന്താണ്? അകത്തുള്ള. അപ്പോൾ internal energy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം ഏതാണോ ആ സിസ്റ്റത്തിന്റെ അകത്തുള്ള ആകെ മുഴുവൻ എനർജിയെ പറയുന്നതാണ് ഇന്റേണൽ എനർജി. അപ്പോൾ ഇന്റേണൽ എനർജി ഈസ് ദ സം ഓഫ് ഓൾ ദി ആറ്റംസ്, മോളിക്യൂൾസ് ഓർ അയോൺസ് പ്രസന്റ് ഇൻ ദ സിസ്റ്റം. സിസ്റ്റത്തിലുള്ള എല്ലാ മോളിക്യൂൾസിന്റെയും ആകെ മൊത്തം എനർജിയെ പറയുന്ന പേരാണ് ഇന്റേണൽ എനർജി. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് വേരിയബിൾ. എന്താണ്? ഇനിഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിൾ ആണ് ഇന്റേണൽ എനർജി. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മെഷർ ദ അബ്സല്യൂട്ട് വാല്യൂസ് ഓഫ് ഇന്റേണൽ എനർജി. ഹൗവർ, വി ക്യാൻ കാൽക്കുലേറ്റ് ദ ഇന്റേണൽ എനർജി only by means of the change. That means final state minus initial state. So delta U is equal to U2 minus U1. The internal energy, ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. The internal energy of the system can be changed into two ways. Internal energy രണ്ട് രീതിയിൽ ചേഞ്ച് ചെയ്യാം. The first one, either by allowing heat to flow into the system or out of the system. ഒരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് വരികയോ സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് പുറത്തേക്ക് പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി ചേഞ്ച് വരും. Second one, by work done on the system or by the system. ഒരു സിസ്റ്റം സ്വന്തമായിട്ട് വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ സിസ്റ്റത്തിലേക്ക് വർക്ക് ചെയ്യുകയോ ചെയ്താലും സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജിക്ക് ചേഞ്ച് ഉണ്ടാവാം. ക്ലിയർ ആണല്ലോ? ഇതാണ് ഇന്റേണൽ എനർജിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ. Now, heat and work. Okay, heat and work are not state functions. സ്റ്റേറ്റ് അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും? യെസ്, ഓഫ് കോഴ്സ് ദീസ് ടു ടേംസ് ഹീറ്റ് ആൻഡ് വർക്ക് ആർ പാത്ത് ഫങ്ഷൻസ്. അതും എക്സാമിന് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് സ്റ്റേറ്റ് ഫങ്ഷൻസ് എന്നോ അല്ലെങ്കിൽ പാത്ത് ഫങ്ഷൻസ് ഏതാണെന്നോ ചോദിക്കാം. അപ്പോൾ the heat and work are not state functions. This is because the values of both Q and W depend upon the way in which they change is carried out.
since the law deals with the transfer of heat and work, we assign some signs to these quantities. Anything which increase the internal energy of the system is given a positive sign. സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്ന എന്ത് തന്നെ ആയാലും അതിന്റെ സൈൻ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഹീറ്റ് ഗിവൺ ടു ദ സിസ്റ്റം ആൻഡ് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആർ ഗിവൺ പോസിറ്റീവ്. ഓക്കെ, ഹീറ്റ് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ഹീറ്റും സിസ്റ്റത്തിലേക്ക് ചെയ്യുന്ന വർക്കും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സോ Q is equal to 50 kg. That means what? System. Okay, അപ്പോൾ Q is 50 kilojoule. That means heat absorb ചെയ്തു. That is plus 50 kilojoule. And W is equal to minus 30 kilojoule. So as per the first law of thermodynamics, delta U is equal to Q plus W. So Q ന്റെ വാല്യൂ എത്രയാണ്? 50 പ്ലസ് ഡബ്ല്യുവിന്റെ വാല്യൂ മൈനസ് 30. അപ്പൊ ഫലത്തിൽ എന്തുവാ? 50 മൈനസ് 30 ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു പ്ലസ് 20 കിലോ ജൂൾ. Thus the system has undergo a net increase in the internal energy of 20 kilojoule. Change in internal energy of the surroundings will be 20 kilojoule. Now, work of expansion. Let us assume that pressure P is constant and volume of the system changes from V1 to V2. അപ്പോൾ നമ്മളൊരു സിസ്റ്റം എടുത്തു, സിസ്റ്റത്തിന്റെ പ്രഷർ കോൺസ്റ്റന്റ് ആണ്, വോളിയം V1ൽ നിന്ന് V2ലേക്ക് ചേഞ്ച് ചെയ്യാണ്. The work done by the system is given by W is equal to minus സിസ്റ്റം വർക്ക് ചെയ്യുകയാണ് ചെയ്തത്, സോ മൈനസ് P പ്രഷർ കോൺസ്റ്റന്റ് ഇൻറ്റു V2 minus V1. അതായത് W is equal to minus P into change in volume delta V. Now, okay, minus sign എടുത്ത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്, because the work is done by the system. So we get delta U is equal to Q minus P delta V. In this process is carried out at constant volume. So delta V is equal to 0. Delta U is equal to QV. Thus, the subscript V in QV denotes the volume is constant. Okay. Now, this equation shows that the internal energy change if we measure the heat gain or lost by the system at constant volume. Okay. Now, the next one is enthalpy. For measuring heat lost or gained at constant pressure, we define a new state function called enthalpy. It is denoted by the symbol H and it is given by H is equal to U plus PV. The enthalpy change delta H is given by delta H is equal to delta U plus delta into PV, or delta H is equal to delta U plus P delta V plus V into delta P. If the change is carried out at a constant pressure, അപ്പോൾ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു എന്താണ്? 0. അപ്പോൾ ഈ ടേം എന്തായി പോയി? 0 ആയിട്ട് പോയി. സോ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. Then substituting the value of delta u in this previous equation, this one delta h is equal to delta u plus delta v. Then delta h is equal to q minus P delta V plus P delta V. അപ്പോൾ ഇത് ക്യാൻസൽ ആവും. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? Q. ആൻഡ് ഇവിടുത്തെ Q എങ്ങനെയുള്ള Q ആണ്? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. സോ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു QP. ആൻഡ് ദാറ്റ് ഈസ് ബൈ മെഷറിംഗ് ഹീറ്റ് ലോസ്റ്റ് ഓർ ഗെയിൻഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ക്ലിയർ? നെക്സ്റ്റ് വൺ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ യു. For liquids and solids, the difference between delta HR and delta UR is not significant but gas for gases. The difference in significance as well as we'll see here. Okay, അതായത് എന്താണ്? Let VA be the total volume of the gaseous reactants. VB is the total volume of gaseous products. Na is the number of moles of gaseous reactants. Nb is the number of moles of gaseous product at constant pressure and temperature. Then ideal gas equation, that is PVA is equal to NAR. PV is equal to nRT ആണ് ideal gas equation. അതിൽ P constant ആണ്, T യും constant ആണ്. So PVA is equal to NAR.
RT, PVB is equal to NBRT. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്? PVB minus PVA is equal to NBRT minus NART. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിന്ന് കോമൺ എടുക്കുന്നു. VB minus VA, അത് ഡെൽറ്റ V. സോ P delta V is equal to delta nRT. At constant pressure, delta H is equal to delta U plus P delta V. Therefore, delta H is equal to delta U plus delta Ng nRT, where Ng is the delta Ng is the change in number of moles of gaseous products minus number of moles of gaseous reactants. Thus, we can find the value of delta H and delta U. നമുക്ക് delta H ന്റെയും delta U ന്റെയും വാല്യൂ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ക്ലിയർ? For solids and liquids, delta V is very small. Solidsനും liquidsനും delta V വളരെ ചെറുതാണെങ്കിൽ neglect the term P delta V. Hence, delta H and delta U will become equal. Okay. Now, the index questions on the next topic is standard enthalpy of reactions. അതായത് നമ്മൾ ഒരു റിയാക്ഷൻസ് എടുക്കുന്നു, അവിടെ കുറെ എൻതാൽപ്പി ചേഞ്ച്, അതിന്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി റിയാക്ഷൻസ് ആണ്. സോ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻസ്, അതിൽ ലെറ്റ് us denote the total enthalpy of reactants as H reactants and total enthalpy of products as H products. Okay, H reactants എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ enthalpy of reactantsഉം H products എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ enthalpy of productsഉം. The difference between, അപ്പൊ നമുക്കറിയാം ഒരു റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ റിയാക്ടൻസ് എന്തായിട്ട് മാറുകയാണ്? പ്രോഡക്ട്സ്. അപ്പോൾ ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് റിയാക്ടൻസും ഫൈനൽ സ്റ്റേറ്റ് പ്രോഡക്ട്സുമാണ്. അപ്പോൾ അവിടുത്തെ ചേഞ്ച് ഇൻ എൻതാൽപ്പി ഡെൽറ്റ H എന്ന് പറയുന്നത് enthalpy of products minus enthalpy of reactants. When enthalpy of product is greater than enthalpy of reactants, delta H is positive and heat is absorbed by the system and this reaction will be endothermic. Clear? H2I2 ആണ്, HI ഫോം ചെയ്യുന്നു. Delta H is equal to 52 kilojoule. And when enthalpy of product less than enthalpy of reactants, then delta H is negative. That means what? The heat is liberated by the system and this reaction is what? Exothermic reaction. Okay. Now, the enthalpy of a reaction changes with pressure and temperature. Enthalpy എന്തിനൊക്കെ അനുസരിച്ച് ചേഞ്ച് ചെയ്യും? പ്രഷറിനും ടെമ്പറേച്ചറിനും അനുസരിച്ച്. It is convenient to report enthalpies of the reactions in terms of standard state of substances as here we defined earlier. When substances are in their standard state, we call the enthalpies of reactions are standard enthalpy of reaction. Substance standard സ്റ്റേറ്റിലാകുമ്പോൾ നമ്മൾ അതിനെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയും. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് the enthalpy change for a reaction when the reactants and product are in the standard state. ഒരു സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലായിരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് ഡെൽറ്റ H0R. ഡെൽറ്റ H0R എന്നായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, enthalpy of formation, delta H0F. The enthalpy change when 1 mole of a pure compound is formed from its elements in their stable state is called enthalpy of formation. അപ്പോൾ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലുള്ള എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് പർട്ടിക്കുലർ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്ന ആ എൻതാൽപ്പി ചേഞ്ചിനെ പറയുന്ന പേരാണ് enthalpy of formation. Here C plus O2 gives CO2 and enthalpy of formation is minus 393.5 kilojoule per mole. Minus ആണ്, that means during this reaction energy is liberated by the system, hence it is an exothermic reaction. Okay, now the next one, enthalpy of combustion, that is delta H0 combustion. Enthalpy of combustion is the enthalpy change when accompanying the complete combustion of 1 mole of a substance in oxygen at a given temperature. ഏതെങ്കിലും ഒരു സാധനം ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഓക്സിജന്റെ പ്രസൻസിൽ
കമ്പസ്റ്റ്യൻ നടത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് ആണ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റ്യൻ. ഫോർ എക്സാമ്പിൾ എന്താണ്? എഥനോൾ ഓൺ കമ്പസ്റ്റ്യൻ വി വിൽ ഗെറ്റ് വാട്ട്? കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ. ആൻഡ് ഡെൽറ്റ H0 കമ്പസ്റ്റ്യൻ എന്ന് പറയുന്നത് -1365.5 കിലോ ജൂൾ പെർ മോൾ. ദാറ്റ് മീൻസ് കമ്പസ്റ്റ്യൻ നടക്കുമ്പോൾ തീ കത്തുമ്പോൾ എന്താണ്? ഹീറ്റ് എനർജി പുറത്തേക്ക് വരുവാണ്. ദാറ്റ് മീൻസ് കമ്പസ്റ്റ്യൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആയിരിക്കും.